everybody. Hi everyone. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഇസ് എ വെരി എസെൻഷ്യൽ തിങ് ഇൻ our day-to-day life. അല്ലേ? Something as simple as a conversation between two people can be derailed by lack of clear communication. രണ്ടുപേരും തമ്മിൽ വെറുതെ സംസാരിക്കുന്നതായാലും ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ആ കോൺവെർസേഷൻ ആകെ ഡീറെയിൽ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ട്രേഡിലായാലും ഇനിയിപ്പോ നമ്മൾ ഒരാൾക്ക് ഇപ്പോ മെസ്സേജ് അയക്കുന്നതിലായാലും ക്ലിയർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ സംതിങ് ദാറ്റ്സ് വെരി ചാലഞ്ചിങ്, എസ്പെഷ്യലി ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത്. അവിടെ എന്താ പറയാ, നമ്മൾ ഓവർവെൽംഡ് ആയി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. എന്തിനെ വിശ്വസിക്കണം, എന്തിനെ വിശ്വസിക്കേണ്ട, ഒരുപാട് തരം വാർത്തകൾ കാണുന്നു. സോ അതൊക്കെ കൊണ്ട് നമ്മൾ ഓവർവെൽംഡ് ആയി പോകാനുള്ള ചാൻസും ഉണ്ട്. സോ എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷനെ ഹിൻഡർ ചെയ്യുന്ന കാര്യങ്ങൾ, എന്താണ് കമ്മ്യൂണിക്കേഷൻ തടസ്സമായിട്ട് നിൽക്കുന്ന, ബാരിയേഴ്സ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ റെസ്ട്രിക്ട് ചെയ്യുന്ന, ഹിൻഡർ ചെയ്യുന്ന എന്തും ആവാം. ഒരു കറക്റ്റ് മെസ്സേജ് കൺവേ ചെയ്യുന്നതിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന എന്തിനേയും നമുക്കൊരു ബാരിയർ എന്ന് വിളിക്കാം. ഒരു വർക്ക് പ്ലേസിലാണെങ്കിൽ ഒരു സെന്ററിൽ നിന്ന് റിസീവറിലേക്ക് ട്രാവൽ ചെയ്യുന്ന മെസ്സേജിനെ നമ്പർ ഓഫ് ബാരിയേഴ്സ് ഒബ്സ്ട്രക്ട് ചെയ്യാം. ബിസിനസ് കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ മാനേജേഴ്സ് പലപ്പോഴും പറയുന്നത് അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച് കമ്മ്യൂണിക്കേഷൻ ഫെയിലിയേഴ്സ് ആണെന്നാണ്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ ഡീപ്പർ ഇഷ്യൂസിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ ആണ്. പുവർ പ്ലാനിങ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് ഒരു ഫേമിന്റെ ഡയറക്ഷൻ എന്താണ് എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാം. പിന്നെ അതേപോലെ ബാഡ്ലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ റിലേഷൻഷിപ്സിനെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഫെയില് ചെയ്യാം. അപ്പൊ ഇൻഡിവിജ്വൽസ് എന്താ പറയാ, അവരിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെർഫോമൻസ് റിക്വയർമെന്റ്സ് എന്താണ് എന്നുള്ളത് വേഗമായ കാരണം അവർ അൺസർട്ടൻ ആയേക്കാം. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോ ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള മാനേജർ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസിനെ അല്ല സെർച്ച് ചെയ്യേണ്ടത്, എന്താണ് ആ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസിന് കാരണമാവുന്നത് എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്. ഡീപ്പർ റൂട്ട് കോസസിനെയാണ് സെർച്ച് ചെയ്യേണ്ടത്. സെൻഡർ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവാം, മെസ്സേജിന്റെ ട്രാൻസ്മിഷൻസിൽ, റെസിപ്പിയന്റില്, ഫീഡ്ബാക്കില് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവാം. So let's take a look at the common barriers of communication. One is psychological barrier. Mental and psychological issues പലപ്പോഴും എഫിഷ്യന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാക്കാം. പല ആൾക്കാരും ഡിപ്രഷൻ, ഫോബിയ, സ്പീച്ച് ഇഷ്യൂ, സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ കാരണം സ്ട്രഗിള് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് ഒക്കെ കാരണം അവർക്ക് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സാധിക്കാൻ പറ്റില്ല. പിന്നെ ഇമോഷണൽ ബാരിയേഴ്സ്. ഒരാള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യുന്നതിൽ ഒരു ഈസും കംഫർട്ടും ഉണ്ടാവുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദിയർ ഇമോഷണൽ ഐക്യു. എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷന് വേണ്ട ഒരു കാര്യം ഇമോഷണൽ മെച്യൂരിറ്റിയാണ്. അത് അൺഫോർച്ചുനേറ്റ്ലി വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്, ജസ്റ്റ് ബിക്കോസ് യു ആർ ആംഗ്രി doesn't mean you can lash out at your co-workers. Just because you're frustrated, you can't just verbally abuse your co-workers. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഇമോഷൻസിന് നമ്മൾ റൂൾ ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇമോഷണൽ ആയിട്ട് എടുക്കുന്ന ഡിസിഷൻസ് പലപ്പോഴും റൈറ്റ് ഡിസിഷൻസ് ആവണമെന്നില്ല.
ആങ്കർ, ഇംപേഷ്യൻസ് എല്ലാം ക്ലൗഡ് ചെയ്യുന്ന ഡിസിഷൻസ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആവണമെന്നില്ല. അത് കമ്മ്യൂണിക്കേഷന്റെ എഫിഷ്യൻസിയെ ബാധിക്കും. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് ആവശ്യമായത് an ideal balance of information and emotion ആണ്. ഇൻഫർമേഷനും വേണം, ഇമോഷനും വേണം. ഇപ്പൊ ഇമോഷൻ ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ യു വിൽ വർക്ക് ലൈക്ക് എ റോബോട്ട്. അപ്പൊ നമ്മൾ ഇൻഫർമേഷൻ റെഗുലേറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഫിസിക്കൽ ബാരിയേഴ്സ്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് they are the biggest obstacles to effective communication. നോയ്സ്, ഡിഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, എൻക്ലോസ്ഡ് ആയിട്ടുള്ള ക്യാബിൻസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഒരു ലാർജ് ഓഫീസിൽ പലപ്പോഴും ഗുഡ് കമ്മ്യൂണിക്കേഷന് തടസ്സം ഉണ്ടാക്കുന്ന ഫിസിക്കൽ ഇംപെഡിമെന്റ്സ് ഉണ്ടാവും. ഫിസിക്കൽ ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ എംപ്ലോയീസിന്റെ ഓഫീസുകൾ തമ്മിലുള്ള അകലം, അങ്ങനെയൊക്കെ. സോ ദേ ആർ ഓൾസോ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. Now let's talk about cultural barriers. ഒരു ലാർജ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള ആർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് ഡിഫറെന്റ് കൺട്രീസിൽ നിന്നും ഡിഫറെന്റ് കൾച്ചേഴ്സിൽ നിന്നുള്ള പല ടൈപ്പ് ആൾക്കാരും ഉണ്ടാവും. അപ്പോ പല സൊസൈറ്റൽ പ്രിൻസിപ്പിൾസും പല കൾച്ചേഴ്സും മനസ്സിലാക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. ക്ലോത്തിങ്, റിലീജിയൻ, ഫുഡ്, ജനറൽ ബിഹേവിയർ, ഇതെല്ലാം ഇതിനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കൾച്ചേഴ്സിനെ എല്ലാത്തിനെയും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതിനെയാണ് നമ്മൾ കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. പല മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളും സ്പെഷ്യലൈസ്ഡ് ഓറിയന്റേഷൻ സെഷൻസ് അവരുടെ എംപ്ലോയീസിന് കൊടുക്കാറുണ്ട്, മറ്റ് കൾച്ചേഴ്സിനെ മനസ്സിലാക്കാൻ ആയിട്ട്, മറ്റ് കൾച്ചേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാൻ, അവരെ പഠിപ്പിക്കാൻ ആയിട്ട്. Now let's talk about physiological barriers. Physiological barriers എന്ന് പറയുമ്പോൾ എന്താ പറയാ, it could be like something like dyslexia, shrill voice, പിന്നെ അതേപോലെ തന്നെ ഇൽനെസ്സുകള്, ഫിസിക്കൽ ലിമിറ്റേഷനുകൾ, ഇതെല്ലാം ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ആണ്. ഇനി ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ഓർഗനൈസേഷൻ സ്ട്രക്ചറുകളും റൂൾസും റെഗുലേഷനും കാരണം ഉണ്ടാകുന്ന ബാരിയേഴ്സിനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ കമ്മ്യൂണിക്കേഷൻ ഇംപെഡിമെന്റ്സ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് എ റിസൾട്ട് ഓഫ് സുപ്പീരിയർ സബോർഡിനേറ്റ് ഇന്ററാക്ഷൻസ്, അത് ഓപ്പൺ കമ്മ്യൂണിക്കേഷന് തടസ്സമായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ കോംപ്ലക്സിറ്റി, പിന്നെ ദ പ്രസൻസ് ഓഫ് ന്യൂമറസ് മാനേജേഴ്സ്, ഇതെല്ലാം എന്താ പറയാ, മേക്സ് ഇറ്റ് ചാലഞ്ചിങ് ടു കമ്മ്യൂണിക്കേറ്റ്. എന്താരോട് പറയണം, ആരുടെ ഇൻചാർജ് ആണ്, പിന്നെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പവർ സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഇതിൽ പെടും. അപ്പൊ അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാതെ ആവുമ്പോൾ there will be a lot of distorted and misunderstood information. Now, next, semantic barrier. Semantic barrier എന്ന് പറയുന്ന വേറൊരു ടേം ആണ് ലാംഗ്വേജ് ബാരിയർ. അതായത് സെൻഡറും റിസീവറും തമ്മിലുള്ള ഇൻഎഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇത് പല സിറ്റുവേഷനിൽ നമുക്കിത് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ കൺവേ ചെയ്യുന്ന മെസ്സേജ് എപ്പോഴും സിമ്പിൾ ആയിരിക്കണം, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം, റെസിപ്പിയന്റിന് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റണം. സെമാറ്റിക് ബാരിയേഴ്സ് പലപ്പോഴും ഉണ്ടാവുന്നത് സെൻഡറിന്റെ അൺക്ലിയർ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ഇൻഫർമേഷൻ ഡെലിവറി മെത്തേഡ് കാരണമാണ്. ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സും ഉണ്ടാവുന്നത് പലപ്പോഴും ഇൻഫർമേഷൻ ടെക്നിക്കൽ ടേംസ് വെച്ചിട്ട് സെൻഡ് ചെയ്യുമ്പോഴാണ്. അതായത് സെൻട്രൽ ഫീൽഡിൽ നിന്നായിരിക്കും ആ ഫീൽഡിലെ ജാർഗണൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്തിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ റെസിപ്പിയന്റിന് അത് മനസ്സിലാവണമെന്ന് ഇല്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ there's uncertainty and misunderstanding between the sender and the receiver. ഇനി ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. Now let's talk about formal communication. അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സെറ്റിങ്ങുകളിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്
യൂസ് ചെയ്യുന്നത് ടു കൺവേ ഇൻഫർമേഷൻ സോ ദാറ്റ് ദി ഇൻഫർമേഷൻ is conveyed in a structured and systematic way. For formal communication എന്ന് പറയുന്നത് പ്രോപ്പർ ചാനൽസിലൂടെ ഇൻഫർമേഷൻ കൺവേ ചെയ്യുക. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്നും അതിനെ വിളിക്കാറുണ്ട്. പിന്നെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. പിന്നെ അതേപോലെ മെസ്സേജ് ആക്യുറേറ്റ്ലി ഡെലിവർ ചെയ്തിട്ടുണ്ടെന്ന് ഷുവർ ആക്കുക. പിന്നെ അതേപോലെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്ന് ഷുവർ ആക്കുക എന്നുള്ളതെല്ലാം ഈ കമ്മ്യൂണിക്കേഷന്റെ ഒരു മെയിൻ എയിമാണ്. പിന്നെ ബിക്കോസ് ഓഫ് ദ ടൈം ഇറ്റ് സേവ്സ് ത്രൂ ഇറ്റ് സ്ട്രക്ചേർഡ് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ദിസ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സീൻ ആസ് ഇഫക്റ്റീവ്. അപ്പൊ ഫോർമൽ കമ്മ്യൂണിക്കേഷനിലൂടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ വളരെ ഇഫക്റ്റീവ് ആയിരിക്കും ബിക്കോസ് ഓഫ് ഇറ്റ് സ്ട്രക്ചേർഡ് ഫ്ലോ. റിപ്പോർട്ട്സ്, ജോബ് ഡിസ്ക്രിപ്ഷൻസ്, വർക്ക് ഓർഡേഴ്സ്, പിന്നെ സെയിൽസ് ഇൻവെന്ററീസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. 4 ടൈപ്പ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്: അപ്വേർഡ്, ഡൗൺവേർഡ്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിറക്ട്സ് ദി ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ബോത്ത് അപ്പ് ആൻഡ് ഡൗൺ ദ ചെയിൻ ഓഫ് കമാൻഡ്, ഫോളോസ് ദി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഫോളോ ചെയ്ത് ചെയിൻ ഓഫ് കമാൻഡിൽ അപ്പ് ആൻഡ് ഡൗൺ കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റ് ചെയ്യുന്നതാണ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഇത് സാധാരണ എല്ലാ ബിസിനസ് കമ്മ്യൂണിക്കേഷന്റെയും ഒരു ജനറൽ പ്രാക്ടീസ് ആണ്. അതായത് ഇൻഫർമേഷൻ സുപ്പീരിയേഴ്സിൽ നിന്ന് സബോർഡിനേറ്റ്സിലേക്ക്, സബോർഡിനേറ്റ്സിൽ സുപ്പീരിയറിലേക്ക് അങ്ങനെ കൺവേ ചെയ്യാം. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റില് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇൻഫർമേഷൻ ലീഡേഴ്സ്, മാനേജ്മെന്റ്, സുപ്പീരിയേഴ്സ് അവരിൽ നിന്ന് ലോ ലെവൽ എംപ്ലോയീസിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻ എംപ്ലോയീസ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയിൻ ഓഫ് കമാൻഡിലേക്ക് പാസ് ചെയ്യും, ഹയർ അതോറിറ്റീസിലേക്ക് പാസ് ചെയ്യുന്നു. അതിനോട് ഹയർ അതോറിറ്റീസ് റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ ദ കമ്മ്യൂണിക്കേഷൻ ഇസ് അപ്പ് ആൻഡ് ഡൗൺ. എല്ലാവർക്കും പറയുന്നത് നല്ലത് മനസ്സിലാവും. ഓർ പ്രിസൈസ്ലി വെർട്ടിക്കൽ. നെക്സ്റ്റ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ടീംസ്, ഓർഗനൈസേഷൻ, പീപ്പിൾ അവർ സെയിം ഹൈറാർക്കിയൽ ലെവലിലുള്ളപ്പോൾ ഇൻ ആൻ ഓർഗനൈസേഷൻ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഒരു ഓർഗനൈസേഷന് അതിന്റെ സ്റ്റാഫ് മെമ്പേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഫോസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും, ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ഫോസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. സിമിലർ ഫങ്ഷണൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റാഫ് മെമ്പേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ഫോസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അത് ഫോസ്റ്റർ ചെയ്യുന്നത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ വഴി ആണ്. അക്കോർഡിംഗ് ടു ബെറ്റി ആൻഡ് കെ, horizontal communication occurs between workers at generally equal levels in an organization. Equal levels exist ചെയ്യുന്ന workers തമ്മിലാണ് horizontal communication നടക്കുന്നത്. Now let's talk about diagonal communication. Diagonal communication എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ വെർട്ടിക്കൽ അല്ല ഹൊറിസോണ്ടലും അല്ല, പക്ഷെ ഡയഗണൽ അല്ലെങ്കിൽ സിഗ്സാഗ് ആണ്. അപ്പൊ ഇവിടെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആൾക്കാര് അവര് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷൻ എന്നും പറയും. It can take place between a management and a certain team. അപ്പൊ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? Personnel from various departments communicating with one another. ഇനി upward communication. Upward communication എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ലോവർ ടു ഹയർ ലെവൽ, സബോർഡിനേറ്റ്സിൽ നിന്ന് സുപ്പീരിയറിലേക്ക്. അപ്പോൾ ഇത് എംപ്ലോയീസിന്റെ മൊറാൽ റേസ് ചെയ്യാനായിട്ട് കാരണം. ഈ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതോറിറ്റേറ്റീവ് അല്ല. അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആണ്. കംപ്ലൈൻസ്, റിക്വസ്റ്റ്, കമന്റ്സ്, റിപ്പോർട്ട്സ്, റിയാക്ഷൻസ്, ഐഡിയാസ് എല്ലാം അപ്വേർഡ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. മാനേജ്മെന്റ് പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് അത് വളരെ യൂസ്ഫുള്ളും ആണ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടോപ്പ് മാനേജ്മെന്റ് ലെവൽസിൽ നിന്ന് വേരിയസ് സബോർഡിനേറ്റ് ലെവൽസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽ കൂടുതൽ പ്രളവന്റ് ആയിട്ടിരിക്കുന്നത് ഓർഗനൈസേഷണൽ ഹൈറാർക്കി
ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻസിൽ ആണ്. പിന്നെ ഇറ്റ് മൂവ്സ് ഇൻ എ സ്റ്റാൻഡേർഡ് ലൈൻ ഓഫ് കമാൻഡ്. ഇൻസ്ട്രക്ഷൻസ്, ഓർഡേഴ്സ്, പോളിസീസ്, ഇൻഫർമേഷൻ എല്ലാം ഇതിൽ പെടും. നെക്സ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോൺ ഒഫീഷ്യൽ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഐഡിയാസ് ഫ്രീലി കൺവേ ചെയ്യപ്പെടുന്നു. ദർ ആർ നോ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ്, ഫോർമാലിറ്റീസ്, സിസ്റ്റംസ് ഓർ ഓർഗനൈസ്ഡ് സ്ട്രക്ചേഴ്സ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ കൺവെൻഷൻ ആയിട്ടുള്ള റൂൾസ് ഇല്ല. പിന്നെ ഓർഗനൈസേഷനിൽ പ്രെലവന്റ് ആയിട്ടിരിക്കുന്ന ഉള്ള ഫോർമാലിറ്റീസ് ഇല്ല. അത് ദേ ആർ ബേസ്ഡ് ഓൺ പേഴ്സണൽ ഓർ ഇൻഫോർമൽ റിലേഷൻഷിപ്സ്, ഫ്രണ്ട്സ്, പിയേഴ്സ്, ഫാമിലി, ക്ലബ് മെമ്പേഴ്സ് എക്സെട്ര. അങ്ങനെ ഹൈറാർക്കി ഇല്ലാത്തത് കൊണ്ട്, ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഹൈറാർക്കി ഇല്ലാത്തത് കൊണ്ട് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ആസ് ആൻ ഇൻഡെഫിനിറ്റ് റൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ എന്താണ്, ഇൻഫർമേഷൻ എവിടെ നിന്ന് വേണമെങ്കിലും ഒറിജിനേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ ടൈസിൽ നിന്നും, പിന്നെ അതേപോലെ തന്നെ ഷെയർഡ് ഇൻട്രസ്റ്റ്, പ്രിഫറൻസസ്, ലൈക്സ്, ഡിസ്ലൈക്സിൽ നിന്നൊക്കെയാണ് വരുന്നത്. Now let's next talk about communication etiquette. Etiquette എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഡിഫൈൻ ചെയ്യുന്നത് കൺവെൻഷണൽ ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്ടിങ് പൊളൈറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ്. കൺവെൻഷണൽ ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്ടിങ് പൊളൈറ്റ് സൊസൈറ്റി. അപ്പൊ അത് പരസ്പരം റെസ്പെക്റ്റോട് കൂടെ ട്രീറ്റ് ചെയ്യുക, പിന്നെ പൊളൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക, പിന്നെ ഗുഡ് മാനേഴ്സ് ഉണ്ടായിരിക്കുക തുടങ്ങിയതെല്ലാം എറ്റിക്കറ്റിന്റെ ഭാഗമാണ്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് ആവശ്യപ്പെടുന്നത് actions and approaches that will enable you to convey information accurately while keeping good ties with your superiors, co-workers and clients. അതായത് നമ്മള് ഇൻഫർമേഷൻ ഇഫക്റ്റീവ് ആയിട്ട് കൺവേ ചെയ്യാൻ വേണം, പക്ഷെ നമ്മള് സുപ്പീരിയേഴ്സ്, കോവർക്കേഴ്സ്, ക്ലയൻസ് ഒക്കെ ആയിട്ട് ഗുഡ് ടൈസ് കീപ്പ് ചെയ്യുകയും വേണം. അതിന് സഹായിക്കുന്ന ആക്ഷൻസും അപ്രോച്ചസുമാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. അതിനൊരു എസെൻഷ്യൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻസൈഡ് ദ വർക്ക് പ്ലേസ്. വർക്ക് പ്ലേസിനുള്ളിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണം. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഗ്യാരണ്ടി ചെയ്യുന്നത് നമ്മുടെ മെസ്സേജ് നമ്മുടെ ഓഡിയൻസ് വ്യക്തമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്നാണ്. ഒരു സ്ട്രോങ്ങർ വർക്ക് പ്ലേസും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷനും എന്താ പറയാ ഉണ്ടാവുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഇല്ലാതെ ഇരിക്കുമ്പോൾ ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ് ഉണ്ടാവുക എന്നുള്ളതിന് അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ആർ എ സ്കിൽഡ് കമ്മ്യൂണിക്കേറ്റർ, പിന്നെ അതുപോലെ തന്നെ യു ഹാവ് എസെൻഷ്യൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. അപ്പൊ അതെല്ലാം നമുക്ക് കൂടുതൽ കരിയർ പ്രോസ്പെക്ട്സ് ഓപ്പൺ ചെയ്ത് തരികയും ചെയ്യും. പിന്നെ ഹ്യൂമൻ സിവിലൈസേഷൻ ഉണ്ടായപ്പോൾ തൊട്ട് മാനേഴ്സും എറ്റിക്കറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും സാവേജ് ആയ ട്രൈബ്സിലും പോപ്പുലേഷൻസിലും പോലും നമുക്കിത് കാണാനായിട്ട് പറ്റും. നമ്മള് മറ്റുള്ളവരെയും നമ്മളെയും റെസ്പെക്റ്റോട് കൂടെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സോഷ്യൽ നോംസിനെയാണ് നമ്മൾ എറ്റിക്കറ്റ് അല്ലെങ്കിൽ മാനേഴ്സ് എന്ന് ഏതൊരു ഗ്രൂപ്പിലും പറയുന്നത്. ലീഡർഷിപ്പ് ക്വാളിറ്റി, ബിസിനസ് ആൻഡ് പ്രൊഫഷൻസ്, ഇതെല്ലാം ഗുഡ് മാനേഴ്സ് കാരണം എൻഹാൻസ് ചെയ്യപ്പെടുന്നു. പിന്നെ അതേപോലെ തന്നെ ട്രസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യേണ്ടത് കമ്മ്യൂണിക്കേഷനിലാണ്. പിന്നെ കോൺഫിഡൻസ് ഡിസ്ട്രോയ് ചെയ്യുന്നതിന് പകരം കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഏബിൾ ടു ഫോസ്റ്റർ കോൺഫിഡൻസ്. പിന്നെ ഗുഡ് എറ്റിക്കറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഗൈഡ് ലൈൻസ് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് കൊണ്ട് മാത്രം ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പേഴ്സണൽ ആയ സർക്കംസ്റ്റൻസസിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളോട്
നമുക്ക് ഹൈ ലെവൽ ഓഫ് ട്രസ്റ്റോട് കൂടി എഫിഷ്യന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ദാറ്റ്സ് നോട്ട് ദ സെയിം ആസ് സ്പീക്കിംഗ് ടു എ സ്ട്രേഞ്ചർ. ഇപ്പൊ നമുക്ക് ചില ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എറ്റിക്കറ്റ്സ് എന്താണെന്നൊക്കെ നോക്കാം. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാം, പിന്നെ അതേപോലെ എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ് പബ്ലിക്ലി, പിന്നെ മറ്റുള്ളവരെ ഇൻഫോം ചെയ്യുക, പിന്നെ അപ്പോളജൈസിങ് പബ്ലിക്ലി, പിന്നെ പേഴ്സണൽ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക, പിന്നെ റൈറ്റ് അവേ റെസ്പോണ്ട് ചെയ്യുക, ഡിക്ലൈൻ ചെയ്യാനായാലും റൈറ്റ് അവേ റെസ്പോണ്ട് ചെയ്യുക, ആൾക്കാരെ കോംപ്ലിമെന്റ് ചെയ്യുക, ആൾക്കാരെ എൻകറേജ് ചെയ്യുക, ഗുഡ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ പ്രോമിസസ് മെയിൻറ്റെയിൻ ചെയ്യുക, ട്രൂത്ത്ഫുൾ ആയിരിക്കുക, കൈൻഡ് ആയിരിക്കുക, കോഷ്യസ് ആയിരിക്കുക. Now let's talk about oral and written communication. Oral communication എന്ന് പറയുന്നത് this is a process of sending messages or reports orally from the dispatcher to the receiver. അതിന് കോൺട്രാസ്റ്റ് ആണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ sending messages or sending messages or information in written form to the recipient. Oral communication എന്ന് പറയുന്നത് it is mostly an informal mode of communication and it is used in both private and public conversation. Written communication എന്ന് പറയുന്നത് it is more associated with formal communication in specific settings like schools, colleges and business sectors. Written communication കോൺട്രാസ്റ്റ് ആയിട്ട് ഓറൽ കമ്മ്യൂണിക്കേഷന് ഡ്രാഫ്റ്റിങ്ങോ റെക്കോർഡ് ചെയ്യുന്ന ഇതൊന്നുമില്ല. ഇപ്പൊ റിട്ടേൺ കമ്മ്യൂണിക്കേഷന് കുറച്ച് കോസ്റ്റ് ആവശ്യമാണ് അല്ലെ, ദ മെറ്റീരിയൽ യൂസ്ഡ് ടു റൈറ്റ് ഓൺ. സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ഇൻഎക്സ്പെൻസീവ് ആണ്. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അതേപോലെ തന്നെ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് മോർ ടൈം ഉണ്ട്. പക്ഷെ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വി റിക്വയർ ദ റെസ്പോൺസസ് ടു ബി വെരി ക്വിക്ക്. പിന്നെ അതേപോലെ തന്നെ ഓറൽ കമ്മ്യൂണിക്കേഷൻ ലെസ് ടൈം ടു പ്രിപ്പയർ ആൻഡ് ഡെലിവർ മെസ്സേജസ്. ഓറൽ കമ്മ്യൂണിക്കേഷന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെസ്സേജസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വിത്ത് അപ്രോപ്രിയേറ്റ് പിച്ച് ആൻഡ് ടോൺ. പിന്നെ അതേപോലെ തന്നെ അത് ഇറ്റ് സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസസ് ദി എമൗണ്ട് ഓഫ് എഫേർട്ട് റിക്വയർഡ്. ഒരുപാട് ടൈം സേവ് ചെയ്യും, എഫേർട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എഫേർട്ട് റെഡ്യൂസ് ചെയ്യും. മറ്റ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിനെ വെച്ച് നോക്കുമ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലെസ് ഫോർമൽ ആണ്. അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ ടച്ച് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഓറൽ ഫോംസ് വെൻ യൂസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് പ്രോപ്പർ വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ജനറേറ്റ് ട്രസ്റ്റ് ആൻഡ് ലോയൽറ്റി. ട്രസ്റ്റും ലോയൽറ്റിയും ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓറൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാൻ നമുക്ക് പല മാർഗങ്ങൾ ഉണ്ട്. ലാംഗ്വേജ് അപ്രോപ്രിയേറ്റ്ലി ഫ്രെയിം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക, പിന്നെ മേക്ക് ഷുവർ വി ആർ സ്പീക്കിംഗ് ഇൻ ആൻ അപ്രോപ്രിയേറ്റ് പിച്ച് ആൻഡ് ടോൺ. പിന്നെ അതേപോലെ തന്നെ ഒരു എഫിഷ്യന്റ് ഓറൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് ക്ലാരിറ്റി, കൺസൈസ്നെസ്സും പ്രിസിഷനും വേണം. പിന്നെ അതേപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ് അവോയ്ഡ് ചെയ്യുക, ജാർഗൺ അവോയ്ഡ് ചെയ്യുക ടു എൻഷുർ ദാറ്റ് ദി ഇൻഫർമേഷൻ ഇസ് അണ്ടർസ്റ്റുഡ് കറക്റ്റ്ലി. പിന്നെ ഐ കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ബോഡി ലാംഗ്വേജ് അഡ്ജസ്റ്റ് ചെയ്യുക, മെസ്സേജിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ട്രിക്റ്റ് ഓർഡറിന് ആവശ്യമായത് ഫോർമൽ ആൻഡ് സ്റ്റേർഡ് ബോഡി ലാംഗ്വേജ് ആണ്. പിന്നെ മിക്ക കണ്ടന്റുകളും വേർഡ്സിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിലും ഓറൽ കമ്മ്യൂണിക്കേഷൻ എഫിഷ്യന്റ് ആയിട്ട് കൺവേ ചെയ്യാൻ സഹായിക്കുന്നത് യൂസ് ഓഫ് നോൺ വെർബൽ എലമെന്റ്സ് ആണ്. ബോഡി ലാംഗ്വേജ്, ടോൺ വേരിയേഷൻസ് ഇതൊക്കെയാണ്. പിന്നെ വിഷ്വൽ എയ്ഡ്സ് പലപ്പോഴും ഓറൽ കമ്മ്യൂണിക്കേഷനോട് കണക്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് ക്ലിയർ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എയ്ഡ് ചെയ്യാൻ വേണ്ടി. ഓറൽ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, പക്ഷെ അതിന് ചില ലിമിറ്റേഷൻസും ഉണ്ട്. ഓറൽ കമ്മ്യൂണിക്കേഷനിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനും മിസ്ഇന്റർപ്രിട്ടേഷനുമുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എഫിഷ്യന്റ് ഓറൽ കമ്മ്യൂണിക്കേഷന് ഹൈ ലെവൽ ഓഫ് എക്സ്പെർട്ടീസ് ആവശ്യമാണ്. അത് ദാറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് എവറിബഡി ഹാസ്. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഇസ് റെക്കോർഡഡ് ബൈ റൈറ്റിംഗ് ഓർ ഡ്രാഫ്റ്റിംഗ് ആൻഡ് സെൻഡ് ഫ്രോം വൺ പേഴ്സൺ ടു ദി അതർ. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെറ്റേഴ്സ്, റിസർച്ച് പേപ്പേഴ്സ്, റിപ്പോർട്ട്സ്, മെമ്മോസ് ഇതെല്ലാം അതിന് എക്സാമ്പിൾ ആണ്.
പിന്നെ ഇറ്റ് ഈസ് എ ഹൈലി കോൺക്രീറ്റ് ടൈപ്പ് ഓഫ് റെക്കോർഡഡ് പ്രൂഫ്. പിന്നെ ഇറ്റ് ക്യാൻ ബി റെഫേർഡ് ടു ഇൻ ദ ഫ്യൂച്ചർ. ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആയതുകൊണ്ട് നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമുക്ക് ഈസിലി സർക്കുലേറ്റ് ചെയ്യാൻ പറ്റും ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. പിന്നെ ആക്യുറസി ഓഫ് ദി ഇൻഫർമേഷൻ ഇസ് സെയിം ഫോർ ദി എൻറ്റയർ ഓഡിയൻസ്. അത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്ന ഇല്ല. പിന്നെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ ഇറ്റ് ഇസ് എസെൻഷ്യൽ ടു റൈറ്റ് വിത്ത് കംപ്ലീറ്റ്നെസ്, ക്ലാരിറ്റി ആൻഡ് ആക്യുറസി. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഡീറ്റെയിൽഡ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. ഇന്റൻഡഡ് മെസ്സേജ് ഇഫക്റ്റീവ് ആയിട്ട് കൺവേ ചെയ്യണമെങ്കിൽ. കാരണം റാപ്പിഡ് ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കില്ല. പിന്നെ മെസ്സേജസ് എപ്പോഴും ക്ലിയറും എറർ ഫ്രീ ആയിട്ട് കീപ്പ് ചെയ്യുക. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. കാരണം ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കില്ല, ഇഫക്റ്റീവ് സൗണ്ട് മോഡുലേഷനും ഉണ്ടായിരിക്കില്ല. അത് ഓവർകം ചെയ്യാൻ നമുക്ക് ഇഫക്റ്റീവ്ലി സാധിക്കുന്നത് വി ക്യാൻ കോംബോ റിട്ടേൺ ആൻഡ് സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് റിമൂവ് ചെയ്യാനായിട്ടും പറ്റും. സോ ലെറ്റ്സ് റീക്യാപ്പ്. ഓർഗനൈസേഷൻസ് ഉള്ള ഒരു മെയിൻ പ്രോബ്ലം പുവർ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഒക്കെ അറിയുന്നത് സെൻഡിങ്, ട്രാൻസ്മിഷൻ, റിസീവിംഗ് ഓർ ഫീഡ്ബാക്ക് എന്നുള്ള ലെവലുകളിലാണ്. സൈക്കോളജിക്കൽ ഇഷ്യൂസ് പലപ്പോഴും എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷനെ ഹിൻഡർ ചെയ്യും. പിന്നെ സൈക്കോളജിക്കൽ ഇഷ്യൂസിന് എക്സാമ്പിൾ ഡിപ്രഷൻ, ഫോബിയ, സ്പീച്ച് ഇഷ്യൂസ്, സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെയാണ്. പിന്നെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇമോഷണൽ മെച്യൂരിറ്റി ആവശ്യമാണ്. ഫിസിക്കൽ ബാരിയേഴ്സ്, നോയ്സ്, ഡിഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് തുടങ്ങിയതെല്ലാം ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വേരിയസ് കൾച്ചേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, ഡിസ്ലെക്സിയ പോലെയുള്ള ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ ഹാമ്പർ ചെയ്യുന്നു. പിന്നെ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ഉണ്ടാവുന്നത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, റൂൾസ്, റെഗുലേഷൻസ് കാരണമാണ്. പിന്നെ സെമാൻറ്റിക് ബാരിയർ ലാംഗ്വേജ് ബാരിയറിനുള്ള വേറൊരു ടേം ആണ്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ചാനൽസിലൂടെയുള്ള എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണ്. അത് യൂഷ്വലി സുപ്പീരിയേഴ്സ്, സബോർഡിനേറ്റ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ ഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ വേരിയസ് ടൈപ്സ് അപ്വേർഡ്, ഡൗൺവേർഡ്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നോൺ ഒഫീഷ്യൽ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. എറ്റിക്കേറ്റ് എന്ന് പറയുന്നത് പൊളൈറ്റ് സൊസൈറ്റിയിലെ കണ്ടക്റ്റിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മെസ്സേജസ് ഡിസ്പാച്ചറിൽ നിന്ന് റിസീവറിലേക്ക് ഓറലി സെൻഡ് ചെയ്യുക. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഇസ് റെക്കോർഡഡ് ബൈ റൈറ്റിംഗ് ഓർ ഡ്രാഫ്റ്റിംഗ്. Now let's take a look at some objective questions. എന്താണ് നമ്മൾ റിസീവറിനെ മെസ്സേജ് കിട്ടുന്നതിൽ നിന്ന് ഹിൻഡർ ചെയ്യുന്ന ഇതിന് പറയാൻ യൂസ് ചെയ്യുന്ന ടേം ബാരിയർ. പിന്നെ വാട്ട് ആർ ദ മെന്റൽ ഇഷ്യൂസ് ദാറ്റ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി? കോൾഡ് psychological barrier. What are the barriers such as noise, defective communication devices, closed cabins, etc. called physiological barrier. What is the name given to the type of communication in offices? Formal communication. Name another term for language barrier. Other semantic barrier ആണ്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെയിം ചെയ്യുക, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ അതേപോലെ തന്നെ ഡിഫറെന്റ് കൾച്ചേഴ്സിലുള്ള ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഹിൻഡർ ചെയ്യുന്ന ബാരിയറിന്റെ പേര് കൾച്ചറൽ ബാരിയർ. പിന്നെ what is the conventional guidelines for conduct in polite methods called? Communication etiquette. പിന്നെ what is the process of sending messages or report in written form called written communication? പിന്നെ അതേപോലെ തന്നെ വെർട്ടിക്കലും ഹൊറിസോണ്ടലും അല്ലാത്ത ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ് വിളിക്കുന്നത്? ഡയഗണൽ ഓർ സിഗ്സാഗ് communication. So that's it for today. Thank you all for listening.